നമ്മൾ നേരെ സിദ്ധരാമയ്യയുടെ വാർത്തയിലേക്ക് പോവുകയാണ്. ഡി കെ ശിവകുമാർ അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. സിദ്ധരാമയ്യക്ക് പിൻഗാമിയാകാൻ ഡി കെ ശിവകുമാർ. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ഇന്ന് ഡി കെ ശിവകുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്യും. 10 മന്ത്രിമാർ ഡി കെ ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും സിദ്ധരാമയ്യ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് സുപ്രധാന വകുപ്പ് ലഭിക്കും. വി ആർ കാർത്തിക് ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ. കാർത്തിക്, തന്നെയാണല്ലോ ശിവകുമാർ മുഖ്യമന്ത്രി ആവാൻ പോകുന്നു. സിദ്ധരാമയ്യ തന്നെ പ്രഖ്യാപിക്കും. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊരു തോന്നിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യപ്രതിജ്ഞ എന്നായിരിക്കും? അത് ജൂൺ 3 എന്ന് കേൾക്കുന്നു, നാളെ എന്ന് കേൾക്കുന്നു, തിങ്കളാഴ്ച എന്ന് കേൾക്കുന്നു. എന്നായിരിക്കും സാധ്യത? നാളെ സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരുക്കങ്ങളാണ് കർണാടകയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് വൈകിട്ട് 4-നാണ് വിധാൻസൗധയിൽ ചേരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഒപ്പം കർണാടകയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും നിയമസഭാ കക്ഷി യോഗം ചേരുക. ഈ യോഗത്തിൽ സിദ്ധരാമയ്യയുടെ പിൻഗാമിയായി സിദ്ധരാമയ്യ തന്നെ ഡി കെ ശിവകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കും. നേരത്തെ ചോദിച്ചതുപോലെ പാർട്ടിയിൽ ഐക്യം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കാനും അതോടൊപ്പം തന്നെ അണികളിൽ അത്തരമൊരു സന്ദേശം കൊടുക്കാൻ കൂടിയാണ് ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ സിദ്ധരാമയ്യ തന്നെ ഡി കെ ശിവകുമാറിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുക. പക്ഷേ അധികാര കൈമാറ്റം സുഗമമായി നടന്നെങ്കിലും മന്ത്രിസഭാ രൂപീകരണം എന്ന വലിയ വെല്ലുവിളി കർണാടകയിൽ ബാക്കിയുണ്ട്. സത്യപ്രതിജ്ഞ തീരുമാനിക്കാൻ വൈകുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നതിലാണ് ആകാംക്ഷ. സിദ്ധരാമയ്യ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡി കെ ശിവകുമാറും സമാനമായ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ആർക്കൊക്കെ മന്ത്രിസഭയിൽ ഇടം നേടാം കഴിയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രമായിരിക്കും ചെയ്യുക. എന്നാൽ പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകില്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അവിടെ മുന്നിലുണ്ട്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർണ്ണ തോതിൽ മന്ത്രിസഭാ രൂപീകരണം നടത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി ഒരു വിഭാഗത്തിന് ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്രം നേതൃത്വം മുന്നിൽ കാണുന്നു. അതുകൊണ്ട് കൂടിയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും, അതായത് ഒരു പക്ഷേ 7 മന്ത്രിമാർ വരെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തേക്കാം. പൂർണ്ണ മന്ത്രിസഭ പിന്നീടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCC അധ്യക്ഷ പദത്തിനൊപ്പം സതീഷ് ജർക്കിഹോളി മന്ത്രിപദം കൂടി വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യം KC വേണുഗോപാലിനെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അദ്ദേഹത്തിന് മറുപടി നൽകിയത്. മറ്റൊന്ന്, സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്ര അടക്കമുള്ളവർക്ക് ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കും എന്നതാണ്. വ്യവസായവും ജലസേചനവും വകുപ്പ് അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ വേണമെന്നൊരാവശ്യം സിദ്ധരാമയ്യ പക്ഷം മുന്നോട്ട് വച്ചതായാണ് സൂചന. ഇത് അംഗീകരിക്കപ്പെടുമോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്താകും നേതൃത്വത്തിൻ്റെ തീരുമാനം? കേന്ദ്ര നേതൃത്വം ഏത് തരത്തിലാവും ഈ മന്ത്രിസഭാ രൂപീകരണ ഫോർമുല അംഗീകരിക്കുക എന്നതും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. മറ്റൊന്ന്, അധികാര കൈമാറ്റം സുഗമമായി നടന്നെങ്കിലും മന്ത്രിസഭാ രൂപീകരണം വെല്ലുവിളിയായി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ വിവിധ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ട ആവശ്യം കൂടി കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കാരണം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമ്പോൾ അഹിന്ദ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു വലിയ ഒരു ഉത്കണ്ഠ കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിനുണ്ട്. അതായത് ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഫോർമുല കൂടി ആകും ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ പരിഗണിക്കുക. അത് ഉപമുഖ്യമന്ത്രി പദത്തിലടക്കം അക്കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കണമെന്നൊരു നിർദ്ദേശം സിദ്ധരാമയ്യ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം. നാളെ സത്യപ്രതിജ്ഞ നടത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയുമായിട്ടില്ല. മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ള ഒരു ആകാംക്ഷ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ എന്നായിരിക്കും നാളെ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉറപ്പില്ല എന്നുള്ളതാണ്. അതായത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാവുമെന്ന് സിദ്ധരാമയ്യ അറിയിക്കും. സിദ്ധരാമയ്യയുടെ മകന് എന്തായിരിക്കും പദവി എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണകൾ ലഭിക്കേണ്ടതുണ്ട്. വി ആർ കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.